ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നക്ഷത്ര നച്ചു വ്ളോഗ്സ്. നിങ്ങൾ കൊഞ്ചുമാങ്ങ കഴിച്ചിട്ടുണ്ടോ? കൊഞ്ചുമാങ്ങ ഇത് ഇത്ര കൊഞ്ചുമാങ്ങ വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ച, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പച്ചയ്ക്ക് തിന്നാന്ന് വിചാരിക്കല്ലോ. അപ്പൊ നിങ്ങളുടെയൊക്കെ അമ്മമാരിങ്ങനെയാണോ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പഴയ ഫാമിലി ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്ത് കയറി വരണേ. അപ്പോൾ എൻ്റെ പുതിയ ഫാമിലിയെ എന്നെ സപ്പോർട്ട് ചെയ്ത് കയറി വരണേ. എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കയറി വരണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു വന്നാൽ, എൻ്റെ വീട്ടിലെ ഉത്സവം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ കെട്ടിപ്പെറുക്കി ഇങ്ങ് പോന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ദിവസം നിൽക്കുമെന്ന് കരുതി അമ്മ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിരുന്നുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് കാരണം അമ്മ കുറേയൊക്കെ എൻ്റെ കയ്യിൽ തന്നു വിട്ടു. അവിടെ വെച്ചിരുന്നാലും അമ്മയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ, ഒരുപാട് ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞ് കുറേ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം പന്നലായി പോകുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. ഞാൻ എപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാലും അമ്മ ഇതുപോലെ കുറേ സാധനങ്ങളെല്ലാം വെച്ചിരുന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ തന്നു വിടുവേ. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കത്തില്ലെന്ന് വെച്ചാൽ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാനും സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നതെങ്കിലും ഞാൻ ചെല്ലുമ്പോൾ എനിക്കായിട്ട് എന്തെങ്കിലും തന്നു വിടുമ്പോൾ അമ്മയുടെ ഒരു സന്തോഷം, അത് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഒരു സന്തോഷം, അങ്ങനെ കൊണ്ടുവരുന്നതാണേ. നിങ്ങൾ കൊഞ്ചുമാങ്ങ കഴിച്ചിട്ടുണ്ടോ? കൊഞ്ചുമാങ്ങ ഇത് മുരിങ്ങയ്ക്ക, മാങ്ങ, പടവലങ്ങ, ഇത് ഇത്ര കൊഞ്ചുമാങ്ങ. മുരിങ്ങയ്ക്ക, മാങ്ങ, പടവലങ്ങ, പിന്നെ കൊഞ്ച് എനിക്കെന്നെ വന്നു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചത് കൊഞ്ചമ്മ വൃത്തിയാക്കിയ കൊഞ്ച് വറുത്ത് അതിൻ്റെ തലയും ഒക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി തന്നെ. ഇനി എനിക്കിതൊന്നും ചെയ്യണ്ട, ഇത് കഴുകി ഉപയോഗിച്ചാൽ മതി. വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ച്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പച്ചയ്ക്ക് തിന്നാന്ന് വിചാരിക്കല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമെങ്കിലും തിന്നാൻ. ഇത്രയും കൊഞ്ച്. ഇനി നമ്മളിത് ഒരു ദിവസം കൊഞ്ചുമാങ്ങ ഉണ്ടാക്കി ഞാൻ വീഡിയോ ഇടാവേ. കൊഞ്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, വെളിയിൽ വെച്ചാൽ ഉറുമ്പ് തിന്നുകൊണ്ട് പോകും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ രണ്ട് മക്കൾക്കും എന്തൊക്കെ തന്നാലും മതിയാവത്തില്ല. അവരവരുടെ സ്നേഹം കാണിക്കുന്നത് എങ്ങനെയാണ്. അപ്പം അവർക്ക് സ്നേഹിക്കാൻ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഈ ഭൂമിയിൽ. അപ്പോൾ അവരുണ്ടാക്കുന്നതായാലും അവരിനി ഉണ്ടാക്കുന്നതായാലും അവർക്ക് ഞങ്ങൾക്ക് തരണം എന്നുള്ളൊരു ചിന്ത മാത്രമല്ല, അവർക്ക് മാത്രമല്ല എല്ലാ അച്ഛനും അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങളുടെയൊക്കെ അമ്മമാരിങ്ങനെയാണോ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ ചെല്ലുമ്പോഴത്തേനും തരാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചേക്കുമോ? എന്നോട് മാത്രമുള്ളതല്ല, രണ്ട് മക്കളോടും അങ്ങനെ തന്നെയാണ്. എൻ്റെ അനിയത്തി അവരുമായിട്ട് ഒരു 2 കിലോമീറ്റർ വ്യത്യാസത്തില്ല താമസിക്കുന്നത്. ഞാൻ മാത്രമല്ല ഇത്രയും ലോങ് വരുന്നത്, അതുകൊണ്ടാണ് എന്നോട് അവർക്കൊരു പ്രത്യേക സ്നേഹം. അങ്ങനെ അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം മോൾക്ക് മരുന്ന് കൊടുക്കാൻ വന്നിട്ടുണ്ട്. അവർക്ക് നല്ല രീതിക്ക് പനിയാണ്. അപ്പോൾ ഈ മരുന്ന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചടങ്ങാണ്. ഞാൻ 1 മണിക്കൂർ സമയം എടുത്തിട്ടാണ് നമുക്ക് മരുന്ന് കൊടുക്കുന്നത്. കുറച്ചധിക സമയം അവിടെ എടുക്കലിരുന്ന് അവളോട് വർത്താനം പറഞ്ഞ് കളിച്ചും ചിരിച്ചും അവളോട് ദേഷ്യപ്പെട്ടു ഉടക്കിയൊക്കെയാണ് ഞാൻ നമുക്ക് മരുന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ മരുന്ന് കുടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ പുതിയൊരു ശീലം തുടങ്ങിയിട്ടുണ്ട്. മരുന്നിന് മുന്നേ വെള്ളം ചോദിക്കും, മരുന്ന് കഴിച്ച് കഴിയുമ്പോഴും വെള്ളം ചോദിക്കും. വെള്ളം ഉണ്ടെങ്കിലേ മരുന്ന് കുടിക്കത്തുള്ളൂ. അതിന് വെള്ളത്തിന് വേണ്ടി കിടന്ന് വാശി പിടിച്ചോണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു മരുന്ന് കുടിക്കാമെങ്കിൽ വെള്ളം എടുത്തുകൊണ്ട് തരാമെന്ന് ഞങ്ങൾ നിർബന്ധിച്ച് മരുന്ന് കൊടുത്തോണ്ടിരിക്കുക. ഈ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ വെള്ളം കുടിക്കാവോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇനി അത് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ വയറ്റിന് എന്തെങ്കിലും അസുഖം വരുമോ എന്ന് അറിഞ്ഞൂടാ. എങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവളെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ദിവസമായി തല കഴുകി കുളിപ്പിച്ചിട്ട്. പനി ആയതുകൊണ്ടാണ്, എനിക്ക് പേടിയായതുകൊണ്ടാണ് കുളിപ്പിക്കാതെ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും തല കഴുകി കുളിപ്പിക്കാൻ. ഞാൻ ഈ കരുനാഗപ്പള്ളിക്ക് വന്നില്ല, ഇനി പനി വല്ലതും കൂടുവാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുശേഷം പിന്നെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഇട്ടേച്ച് പോയ കുറേ തുണികളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറേ തുണികളുണ്ടായിരുന്നു. അതങ്ങനെ തുണികളെല്ലാം കഴുകാൻ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ, സീ യു.